പറയേണ്ടത്. ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മുടെ അഭിയുടെയും അതിന്റെ ഒരു തുടർച്ച എന്നോണം ഇന്ന് വൈകുന്നേരം നമ്മുടെ ജയശങ്കർ സാറിന്റെ ജയശങ്കർ തോന്നുന്നു. ഏതായാലും ഇത്രയും മെമ്മറബിളായ ഡാവിഡ് ആഷിഖ് എടുക്കാൻ പറ്റുന്നു. ബീച്ചിൻ്റെതേ എടുക്കാൻ പറ്റുന്നു. ഹോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരാണ്. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹോസ്റ്റിംഗ് ഇവരാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ദൈവവും അവരെ സെലിബ്രേറ്റ് ചെയ്യണല്ലേ നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എങ്കിൽ അരമ പറഞ്ഞ പോലെ കല്യാണത്തിന് എനിക്ക് പങ്കുചേരാൻ പറ്റിയില്ല. അത് എന്റെ കയ്യിലുള്ള കാര്യം ബട്ട് ദെൻ എഗെയിൻ രമ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിവിടെ രാവിലെ വന്ന് അതായത് എനിക്ക് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ എനിക്ക് ഓർമ്മ വന്ന രംഗം, സമ്മർ ലെവലിൽ അവധിക്ക് വരുമ്പം ജയറാമും സുരേഷ് ഗോപിയുടെ ഫാമിലി മെമ്പേഴ്സിനെ സ്വീകരിക്കാൻ പറ്റും. കുറെ വണ്ടിയും കുറെ പിള്ളേരും ബഹളവും ബാഗും. അപ്പം അതേപോലത്തെ ഒരു വെൽക്കമാണ് നമുക്ക് കിട്ടിയത് ഇവിടെ. അതിൽ ഭയങ്കര 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 ഒരു സന്തോഷമുണ്ട്. നമ്മളെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കുറച്ച് പേര്, അല്ലെങ്കിൽ ഞാൻ ആദ്യം കണ്ട കുറെ പേര്, 4-5 വണ്ടി ബസ്സും. മിക്കവാറും റെയിൽവേ സ്റ്റേഷനിൽ ഭൂരിഭാഗം നമ്മളെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ എന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും കുറവായിരുന്നു. അതൊരു ഭയങ്കര ഭയങ്കര ഒരു ഭയങ്കര ഒരു വാം വെൽക്കം ആയിരുന്നു. ഞാൻ എല്ലാവർക്കും ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ടാണ് രാവിലെ കണ്ടിട്ടുണ്ട്, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എനിക്കൊരു സംശയം, അതായത് ആരും പറയുന്ന കാര്യമില്ലല്ലോ. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പുള്ളി എന്നെ വന്നിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ പറയും, നീ ഇത് ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പറയൂല. എന്തോ പറയാൻ ഇന്ന് മാത്രമേ ഇങ്ങനെ പറയുള്ളൂ പറഞ്ഞു. ഇതുവരെ despite ഒരു നെഗറ്റീവ് വെതർ, we all are having a good time. Everyone is having a good time. This place is too good. It's beyond words. ഭയങ്കര രസമുണ്ട്. It's all here. രാവിലത്തെ ട്രിപ്പ് ആയിരുന്നാലും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എല്ലാവരും ക്ഷീണങ്ങളൊക്കെ മാറ്റി വെച്ച് വെയിലൊക്കെ മാറി പശ്ചിമക്കടലില് നമ്മുടെ പ്രസാദത്തിന്റെ ബോട്ട് എന്നതാണ്. ദാറ്റ് വാസ് യൂണിക്. എല്ലാവർക്കും വളരെ സ്പെഷ്യൽ ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അതിനും താങ്ക് യു ഫോർ സ്റ്റാർട്ടിങ് ഇറ്റ് ഔട്ട്. ഇതിന്റെ പുറകിൽ ഫുൾ ബുദ്ധിയും പ്രേചേച്ചിന്റെയാണ്. വേറെ ആരുടെയും പ്ലാനിങ് കഴിയില്ല. ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട്
ഹോട്ടലിൽ ഒരു 4 പേര് മറന്നു വെച്ചിട്ട് വന്നു. അതാണ് നമുക്കിവിടെ കിട്ടിയ ഹോസ്പിറ്റാലിറ്റിയുടെ ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ്. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോവാന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് രണ്ടാമത് കാർ വിളിച്ചാണ് വന്നത്. പലരും അറിഞ്ഞു പോലുമില്ല. മത്സ്യത്തെ ബോറാക്കുന്നില്ല. എനിക്ക് ചെയ്യുമ്പോൾ വരും. മുട്ട എറിയുമ്പോൾ ഉള്ളിയും മുളകും കുരുമുളകും കൂടെ ഇടണം. ഇനി നമുക്ക് കപ്പിളിനെ വിളിച്ച് അല്ലേ, അതല്ലേ ഫ്രഷ് ആയിട്ടുള്ള അപ്പം ദൈവം നിങ്ങളൊരു നന്ദി പ്രസംഗം നടത്തിക്കോ. ഞങ്ങൾ വന്നേ അവരെപ്പോഴും ട്രിപ്പ് കഴിച്ചു. സമാധാനമാണ് ഏറ്റവും വലുതെന്നുള്ളത്. ശരി, അങ്ങനെ നിങ്ങളെ വിടാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളൊരു 5-6 ദിവസം ആയല്ലോ. അപ്പൊ നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്വഭാവം മനസ്സിലാക്കി കാണാം. തനി സ്വഭാവം ഞങ്ങളുടെ അനീതി ആയതാണ് പേടി. അവനിൽ ഞങ്ങൾക്ക് സംശയമില്ല. അപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നമ്മൾ അവരോട് ചോദിക്കും. അപ്പൊ നമുക്കറിയാം മറ്റേ സൈക്കോസിന്റെ പല തലങ്ങൾ. അതല്ലേ ഡിപ്ലോമാറ്റിക് ആൻസേഴ്സ് വേണ്ട. ആദ്യം മനസ്സിൽ വരുന്നത് പറയും. ഒരു കാര്യം ആക്ച്വലി നിങ്ങൾ തിരിഞ്ഞിരിക്കും, നോക്കണം, അല്ലെങ്കിൽ നോക്കി തിരിഞ്ഞു ഇനി തിരിഞ്ഞൊന്നും പാടില്ല. ചോദ്യം ചോദിക്കുന്നതിന്റെ ആൻസർ കറക്റ്റ് ആണെന്ന് തോന്നുന്ന ആൾക്കാർ പോകണം. നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്യുന്നത്? അബിയാണോ ഷോപ്പ് ചെയ്യുന്നത്? അബിയുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ? എന്തോ വലുത് വരുന്നുണ്ട്. ഭക്ഷണത്തിന് കാശ് നോക്കാതെ ഏറ്റവും കൂടുതൽ ചെലവാക്കുന്നത് ആരാണ്? രണ്ടുപേരും. അങ്ങനെയല്ല, എന്നാലും നിങ്ങൾ തമ്മിൽ ഒരാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുള്ളൂ. കഴിക്കുന്നത് അത് എന്നെ കൊണ്ട് വേണം. അപ്പൊ ഞാനാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഞാനും അതേപോലെ. ആരാണ് ഏറ്റവും താമസിച്ചിറങ്ങുന്നത്? ഒരു സ്ഥലത്ത് പോകാനായിട്ട് പോകുമ്പോൾ ആരാണ് നിങ്ങൾ ഏറ്റവും താമസിച്ചിറങ്ങുന്നത്? അതെന്റെ വീട്ടുകാർക്കെല്ലാവരും ഞാൻ ഒരു അരമണിക്കൂർ മുന്നേ റെഡി ആയിരിക്കും. ഞാൻ കുളിച്ചിട്ടൊക്കെ റെഡിയാണ്. സംശയമുണ്ട്.
ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നു. നിങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും മോശമായിട്ട് തമാശ പറയുന്ന ആരാണ്? അതല്ലേ? എക്സാമ്പിൾ അല്ല, എന്റെ ജോക്സ് നമുക്ക് മനസ്സിലാവാറില്ല. അങ്ങനെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു. ഓക്കെ, അടുത്തത് 5ാമത്തെ ചോദ്യം. 5 ചോദ്യം ആവുന്നുള്ളൂ. നിങ്ങളിൽ ഏറ്റവും തമ്മിൽ സ്റ്റൈൽ സെൻസ് ഉള്ളതാണ്, സ്റ്റൈലായിട്ട് ഡ്രസ് ചെയ്ത് പോകുന്ന സെൻസ് ഉള്ളവരാണ്? ശരിക്കും ഞാനാണ്, പക്ഷെ അതിന് സമയം ഞാനാ ശരിക്കും. ശരി. കല്യാണ ശേഷം TV റിമോട്ട് ആരുടെ കയ്യിലാണ്? സമയം കിട്ടിയില്ല. ശരി, എന്റെ അമ്മാവൻ പറയുന്നത് കല്യാണ ശേഷം മൊബൈൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ആളാരാണ്? മൊബൈൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ദേവ് പറഞ്ഞേട്ടാ, മുറിക്ക് വേണ്ട. നിങ്ങളുടെ നിങ്ങളുടെ എപ്പോഴും വിശപ്പുള്ള ആൾക്കാണ്? അത് ഞാനാണ്. അത് ഞാൻ സമ്മതിക്കണം. വിശപ്പ് വരുന്നത് തെറ്റല്ല. അങ്ങനെയാണെങ്കിൽ അവർ കൃത്യ നിലവാട്ടിലോട്ടാണ് നിന്നെ എത്തിച്ചു വിട്ടേക്കുന്നത്. ഫുഡ് മെനു ഡിസൈഡ് ചെയ്തിട്ട് പ്രോഗ്രാം മെനു ഡിസൈഡ് ചെയ്യുന്ന ഏക കുടുംബം വീട്ടാണ്. അതാണ് അറിയുന്നത്. അതായത് ആദ്യം ഞാൻ മാമനെ കാണുന്നു. മാമൻ ഒരു സ്ഥലത്ത് പോകും. അവിടുത്തെ എല്ലായിടത്തും ഹോട്ടൽസിന്റെ ലിസ്റ്റ് എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായത് നമ്മുടെ വൈബാണ്. ഇനി ചേച്ചി തിരിഞ്ഞിരി. നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്? എനിക്ക് ഗ്യാപ്പ് കിട്ടാറില്ല എന്നാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരുപ്പിന്റെ സൈസ് അറിയാവോ? മതി. 25.6 സെന്റിമീറ്റർ. ചെരുപ്പാ സൈസ് അല്ലയോ? അല്ല ഒരു ഹസ്ബൻഡ് കറക്റ്റായിട്ട് പറയാനുള്ള സാധ്യത കാണുന്നില്ല.
അച്ഛ അമ്മേടെ എത്തറ ഇനി ഇവന്റെ നമ്മൾ വിഷ് പറയുകയാണ്. അപ്പം ഈ കൂടുതലുള്ളത് അല്ല, മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ എപ്പോഴും എല്ലാ പരിപാടിക്കും ഇങ്ങനെ 2-3 പേരുണ്ട്. അതായത് നമ്മളെപ്പോഴും അവലംബിച്ചിട്ടുള്ളവരാണ് കൂട്ടം. എല്ലാ പരിപാടിക്കും ഒരു മടിയും കൂടാതെ കൃത്യമായിട്ട് വന്ന് നമ്മുടെ അടുത്തൊക്കെ പറയുന്നത് പ്രായമൊന്നും വിഷയമല്ല, മനസ്സുണ്ടെങ്കിൽ പോവാൻ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ കൊച്ചുകൂട്ടം മാമന്റെ അടുത്ത് ഇവർക്ക് വേണ്ടി ഇവര് കൊടുത്തു. ഇതിനെ കുറിച്ച് ഒരു 2 വാക്ക് സംസാരിക്കാൻ കൊച്ചുകൂട്ടം മാമന് കൊടുക്കുക. അഭിയും അനുവിനും വിഷയം ഞാൻ സ്വാഗത പ്രസംഗം പറയുന്നു. അതുപോലെ ആശംസ പറയാൻ പോലും സമയം 75 കാലഘട്ടങ്ങളിലാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. ഇങ്ങനൊന്നും ആയിരുന്നില്ല. തറയിലിരുന്നാണ് സദ്യ കഴിക്കുന്നത്. ആ തറയിൽ നിന്ന് കഴിക്കുന്ന ട്രാഫിക് ഉണ്ടാകുന്നില്ലാന്ന് ഞാൻ വിചാരിക്കും. ആ കാലങ്ങളിൽ കഴിഞ്ഞ ഹൈടെക് ആയിട്ടുള്ള കല്യാണം നല്ല രീതിയിൽ നടക്കും. ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും മികച്ച രീതിയിൽ കല്യാണം ആ നടത്തിയിട്ടാണ് അമ്മാവന്മാർക്കും നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. ഗ്രൂപ്പ് മിക്സ് ചെയ്യാം.